മുൻകാലത്ത് എഴുതി വെച്ചത് ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ എന്ത് പ്രശ്നമാണ്? തിരുത്തുന്നതിൽ എന്താണ്? ഇതല്ലേ സത്യം. ഇവിടെ ബുഖാരി പറഞ്ഞത് തന്നെ ശരിയാക്കുക എന്നതല്ലല്ലോ, നബിയുടെ ശരിയാണെന്ന് അറിയിച്ചു കൊടുക്കല്ലേ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഴിക്കപ്പെട്ടാലും വേണ്ടില്ല, ബുഖാരി അത് ശരിയാക്കണം. അത് ഇവിടുത്തെ ന്യായമാണ്. അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബുഖാരി തെറ്റാന്ന് പറഞ്ഞാൽ പിന്നെ പലതും നമുക്ക് തെറ്റാന്ന് പറയേണ്ടി വരും. അല്ല, ഞാൻ തെറ്റ് ശരിയെന്ന് പറയല്ല, തെറ്റിലേക്ക് ഇനിയും നമ്മൾക്ക് ചർച്ച നടത്തിയിട്ട് കണ്ടെത്തിയ ഒരു വസ്തുത കണ്ടെത്തിയാൽ ബുഖാരി നബി അല്ലല്ലോ, ശംസുല്ലമ അല്ലെങ്കിൽ ബുഖാരി അല്ലെങ്കിൽ മഖ്ദൂം ഒരു കാര്യം പറഞ്ഞാൽ തെറ്റാവുന്നതിന് എന്താ പ്രശ്നം? മഖ്ദൂം നബിയാണ്? മഖ്ദൂം നബി അല്ലല്ലോ. പിന്നെ എന്താ പറയാ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഒരു കാര്യം പറഞ്ഞത് തെറ്റായാൽ എന്താ പ്രശ്നം? വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്നൊരു 1,24,001 നബി ഉണ്ടോ? അതില്ലല്ലോ. അവർക്കൊക്കെ തെറ്റ് പറ്റാലോ. ഷാഫി ഇമാം പറഞ്ഞതിൽ ഒന്ന് തെറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താണ്? നബിയല്ലല്ലോ. ഫീകുൽ ഇമാം മാലിക്കിന്റെ ഒരു വാക്കുണ്ട്, ഫീകുല്ലി ഖൗലിൻ മഖ്ബൂലുൻ വമർദൂദുൻ ഇല്ലാ ഖൗലു സ്വാഹിബി ഹാദൽ ഖബർ. മുത്ത റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ നിന്നിട്ട് ഈ വാക്ക് പറയുന്നത്, ഫീകുല്ലി ഖൗലിൻ മഖ്ബൂലുൻ വമർദൂദുൻ, ആര് പറഞ്ഞതിലും സ്വീകരിക്കപ്പെടേണ്ടതും തള്ളപ്പെടേണ്ടതും ഉണ്ടാകും. ഇല്ലാ ഖൗലു സ്വാഹിബി ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന ആളുടെ വാക്കിൽ മാത്രം അങ്ങനെയില്ല. തള്ളപ്പെടേണ്ടതില്ല, സ്വീകരിക്കപ്പെടേണ്ടതേ ഉള്ളൂ. അപ്പൊ ആത്യന്തികമായി സിദ്ദീഖുൽ അക്ബർ പേച്ചത് ഇസ്ലാമിക ചരിത്രത്തിലുണ്ടല്ലോ. സിദ്ദീഖുൽ അക്ബർ ഖുർആനെ പുസ്തകത്തിലാക്കരുത് എന്ന വാശിക്കാരനായിരുന്നു. ഉമർ പറഞ്ഞു നിർബന്ധമായും ആക്കണം. പിന്നീട് സിദ്ദീഖിന് ബോധ്യപ്പെട്ടു. അപ്പോൾ സിദ്ദീഖ് പറഞ്ഞു പേച്ചു പോയി. സിദ്ദീഖിന് പേച്ചിട്ട് പിന്നെ ഇപ്പോഴത്തെ മദ്രസ ബുക്കിൽ പേക്കുന്നതിന് എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? തിരുത്തുന്നിടത്ത് നമുക്ക് നന്മയുള്ളൂ. എന്തുകൊണ്ട്? നമ്മൾ ധരിച്ചതിന് അപ്പുറത്തേരുന്ന സത്യം, ഇതാണ് വസ്തുത. എന്താ പ്രശ്നമുള്ളത്?